ഇനി പറയട്ടെ, അടുത്ത ഫസ്ൽ കേട്ടോ. ഫസ്ൽ ചെറിയൊരു അധ്യായമാണ്. വ ലക്ക നിനക്ക് അനുവദനീയമാണ്, അൻ തഅ്തിഫ നീ അത്ഫ് ചെയ്യൽ, അൽ മുദ്ഹറ മുദ്ഹറിനെ, മുദ്ഹർ എന്ന് പറഞ്ഞാൽ ലാഹിറായ ഇസ്മിനെ, അലൽ മുദ്മരിൽ മൻസൂബി മൻസൂബായ ലമീറിൻ്റെ മേൽ ലാഹിറായ ഇസ്മിനെ അത്ഫ് ചെയ്യൽ അനുവദനീയമാണ്. ഇവിടെ നോക്ക്, നിങ്ങൾ ഉദാഹരണം പറയാം ആദ്യം. റഅയ്തുക വസൈദൻ, റഅയ്തു ഞാൻ കണ്ടു, ക നിന്നെ കണ്ടു, വസൈദൻ സൈദിനെയും കണ്ടു. ഇവിടെ നോക്ക് നിങ്ങൾ, വാവ് എന്നത് അത്ഫിൻ്റെ അക്ഷരമാണ്. സൈദ് എന്ന ലാഹിറായ ഇസ്മിനെ ക എന്ന മൻസൂബായ ലമീർ, മഫ്ഊലാണല്ലോ, മഫ്ഊലിന് നസ്ബാണല്ലോ, മൻസൂബായ ലമീറിൻ്റെ മേലാണ് അത്ഫ് ചെയ്തത്. റഅയ്തുക വസൈദൻ എന്ന് പറയാൻ പറ്റും, കുഴപ്പം ഇല്ല. അതാ പറഞ്ഞത്, ലാഹിറായ ഇസ്മിനെ, മുൽഹറിനെ, മുളുമറിൻ്റെ മേൽ. മുൽഹർ എന്ന് പറഞ്ഞാൽ ലാഹിറായ ഇസ്മ. ഇവിടെ സൈദ് എന്നത് ലാഹിറായ ഇസ്മാണ്. ലമീർ മറക്കപ്പെട്ട ഒന്നാണ്. നിന്നെ എന്നല്ലേ, അവിടെ പേരല്ലല്ലോ പറഞ്ഞു. നിന്നെ കണ്ടു, വസൈദൻ സൈദിനെയും കണ്ടു. ലാഹിറായ ഇസ്മിനെ മൻസൂബായ ലമീറിൻ്റെ മേൽ അത്ഫ് ചെയ്യാൻ പറ്റും. തഖൂലു നീ പറയും, റഅയ്തുക വസൈദൻ എന്ന് പറയാം, പ്രശ്നമൊന്നുമില്ല. ഫയകൂനു അപ്പോളാകും, സൈദൻ സൈദൻ എന്ന ലാഹിറായ ഇസ്മ ആകും, മഅതൂഫൻ അത്ഫ് ചെയ്യപ്പെട്ടതാകും, അലൽ മുദ്മരിൽ മൻസൂബി മൻസൂബായ ലമീറിൻ്റെ മേൽ. ഏതാ മൻസൂബായ ലമീർ ഇവിടെ? വഹുവൽ കാഫു, അത് കാഫാണ്. കാഫ് എന്ന മൻസൂബായ ലമീറിൻ്റെ മേൽ അത്ഫ് ചെയ്ത് പറയാൻ പറ്റും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അതിന് ആയത്തിൽ നിന്നൊരു തെളിവ് പറയാം. ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു, വത്തഖൂ നിങ്ങൾ തഖ്വ ചെയ്യണം, അല്ലദീ ഒരുത്തനെ, പോയിട്ട് വരണം, ഖലഖക്കും അവൻ നിങ്ങളെ പടച്ചിരിക്കുന്നു. ഖലഖക്കും നിങ്ങളെ പടച്ച ഒരുത്തനെ നിങ്ങൾ തഖ്വ ചെയ്യണം. അതുപോലെ ആരെയും? വൽ ജിബില്ലത്തൽ അവ്വലീൻ മുൻ സമുദായങ്ങളെയും. വൽ ജിബില്ലത്ത, ഈ ജിബില്ലത്ത് എന്ന ഇസ്മിനിക്ക് ഇസ്മ എന്ത് ചെയ്തു? അത്ഫ് ചെയ്തു. കേട്ടെടുത്ത. അപ്പൊ ഇവിടെ ജിബില്ലത്ത് എന്ന ഒരു ഇസ്മ, ലാഹിറായ ഇസ്മ, ആ ലാഹിറായ ഇസ്മിനെ കും, കും എന്ന മൻസൂബായ ലമീറിൻ്റെ മേൽ അത്ഫ് ചെയ്ത് പറഞ്ഞു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക എന്ന് പറഞ്ഞാൽ ഒരാളാണ്, കും എന്ന് പറഞ്ഞാൽ കുറേ പേരാവും. അപ്പോൾ ഖലഖ കും നിങ്ങളെ സൃഷ്ടിച്ച ഒരുത്തന് നിങ്ങൾ തഖ്വ ചെയ്യുക. പിന്നെ ആരെയും സൃഷ്ടിച്ച ഒരുത്തൻ? വൽ ജിബില്ലത്തൽ അവ്വലീൻ മുൻഗാമികളെയും. അപ്പം അവിടെ വാവ് അത്ഫിൻ്റെ അക്ഷരമാണ്. ജിബില്ലത്ത് എന്നത് ലാഹിറായ ഇസ്മാണ്. ആ ലാഹിറായ ഇസ്മിനെ
കും എന്ന ലമീർ മൻസൂബായ നെസ്ബ് വെക്കപ്പെട്ട മഫ്ഊലായ ലമീറിൻ്റെ മേൽ അത്ഫ് ചെയ്തു പറഞ്ഞു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? 1 2 3 4. യെസ്. അപ്പം ഇവിടെ എന്തിനാ ഇപ്പം ഇങ്ങനെ പറയാനൊരു കാരണം? അപ്പം മൻസൂബായ ലമീറിൻ്റെ മേൽ ചെയ്യുന്ന പറഞ്ഞു. പിന്നെ വേറൊരു ലമീർ വരാണ്ട്, മർഫൂആയ ലമീർ. അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. വലാ യജൂസു, അനുവദനീയമല്ല, അൻ തഅ്തിഫ, നീ അത്ഫ് ചെയ്യൽ അനുവദനീയമല്ല. വലാ യജൂസു, അനുവദനീയമല്ല. മറ്റോർത്ത് അനുവദനീയാണ് എന്ന് പറഞ്ഞു, അനുവദനീയമല്ല. അൻ തഅ്തിഫൽ മുദ്ഹറ, ലാഹിറായ ഇസ്മിനെ നീ അത്ഫ് ചെയ്യൽ അനുവദനീയമല്ല. എന്തിൻ്റെ മേൽ? അലൽ മുദ്മരിൽ മർഫൂഇ, മറ്റേ മൻസൂബ പറഞ്ഞു, മർഫൂ ആയ ലമീറിൻ്റെ മേൽ അത്ഫ് ചെയ്യാൻ പറ്റൂല. എങ്ങനെയുള്ള മർഫൂ ആയതാണ്? അൽ മുത്തസിലി, ചേർന്ന് വരുന്നതായ. ഉദാഹരണം നോക്കി, ഇവിടെ നോക്കി നിങ്ങൾ. കുംതു, ഞാൻ അടിവരട്ടിട്ടുണ്ട്. കുംതു, ഞാൻ നിന്നു. വ സൈദുൻ, സൈദും നിന്നു എന്ന് പറയാൻ പറ്റൂല. കുംതു എന്നുള്ളതിലൊരു ലമീർ ഉണ്ടല്ലോ, അന എന്നൊരു ലമീർ ഉണ്ട്. ആ അന എന്ന ലമീർ അതിൽ മുത്തസിലാണ്, ചേർന്ന് വരുന്നതാണ്, റഫ്ഉ ആണ്. ആരാ നിന്നത്? ഞാനാ നിന്നത്. അപ്പോൾ അതിൻ്റെ മേൽ ലാഹിറായ ഇസ്മിനെ വ സൈദുൻ, സൈദ് എന്ന ലാഹിറായ ഇസ്മിനെ വാവ് കൊണ്ട് അത്ഫ് ചെയ്ത് പറയാൻ പറ്റത്തില്ല, അനുവദനീയമല്ല. ഓക്കെ ആണോ? മറ്റോടത്ത് അങ്ങനെയല്ലല്ലോ പറഞ്ഞു നമ്മൾ. മറ്റോടത്ത് നേരെ പറ്റി, ഇവിടെ എന്താവൂല, പറ്റൂല. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇത് ആരോ ഒരാൾ ഇതിൽ കയറിയിരിക്കുന്ന പുതിയ ആളാ? ആയിഷ എന്ന് പറഞ്ഞ ആള് പുതിയ ആളാണോ? പുതിയ ആളായിരിക്കില്ലേ? അപ്പൊ നോക്ക് നിങ്ങൾ. അപ്പൊ മർഫൂ ആയ മുത്തസിലായ, മുത്തസിൽ എന്ന് പറഞ്ഞാൽ ചേർന്ന് വരുന്നത് എന്നർത്ഥം കേട്ടോ. പറ്റൂല, അനുവദനീയമല്ല. ഇവിടെ നോക്കണേ, ലാ യജൂസു എന്നാ പറഞ്ഞു. വലാ യജൂസു, അനുവദനീയമല്ല. ഇല്ലാ അൻ തുഅക്കിദഹു ബിളമീരിൻ മർഫൂഇൻ മുൻഫസിലിൻ. ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണേ ഇവിടെ. ഇല്ലാ അൻ തുഅക്കിദ, നീ തഅക്കീദ് ചെയ്താൽ ഒഴികെ. അപ്പൊ തഅക്കീദ് ചെയ്താൽ പറ്റും എന്നാണ് കേട്ടാ. തഅക്കീദ് ചെയ്താൽ ഒഴികെ അനുവദനീയമല്ല. എന്തിനെ? ഹു, അതിനെ തഅക്കീദ് ചെയ്തു. ഏത്? മുത്തസിൽ മർഫൂ ആയ ലമീറിനെ തഅക്കീദ് ചെയ്താൽ ഒഴികെ. എന്തുകൊണ്ട് തഅക്കീദ് ചെയ്താൽ ഒഴികെ? ബി ലമീരിൻ മർഫൂഇൻ മുൻഫസിലിൻ. അതാ മുൻഫസിലായ, മുൻഫസിൽ പറഞ്ഞാൽ വേറിട്ട് നിൽക്കുന്ന, മുത്തസിൽ പറഞ്ഞാൽ ചേർന്ന് നിൽക്കുന്ന, മുൻഫസിൽ എന്ന് പറഞ്ഞാൽ വേറിട്ട് നിൽക്കുന്ന, വേറിട്ടു നിൽക്കുന്ന മർഫൂ ആയ ലമീർ കൊണ്ട് അതിനെ തഅക്കീദ് ചെയ്താൽ ഒഴികെ. അപ്പോ വേറിട്ട് നിൽക്കുന്ന മുൻഫസിലായ മർഫൂ ആയ ലമീർ കൊണ്ട് അതിനെ തഅക്കീദാക്കിയാലോ അപ്പൊ പറ്റും. അപ്പൊ അത്ഫ് ചെയ്യാൻ പറ്റും. നോക്ക് നിങ്ങൾ, ഉദാഹരണം നോക്ക്. തഖൂലു, നീ പറയണം. ഖുംതു, നേരത്തെ ഖുംതു വ സൈദുൻ എന്ന് പറയരുത് എന്നാ പറഞ്ഞു. വലാ തഖൂലു ഖുംതു അന. ഈ അന എന്ന് കണ്ടോ നിങ്ങൾ? അതതിൻ്റെ ഉള്ളിലുള്ള ലമീറിനെ മുൻഫസിലായ ഒരു ലമീർ കൊണ്ട് പുറത്തെടുത്ത് തഅക്കീദാക്കി. ഖുംതു അന വസൈദുൻ, ഖുംതു അന വസൈദുൻ. അപ്പോൾ ഇവിടെ അന എന്ന് മുൻഫസിലായ മർഫൂ ആയ ലമീർ കൊണ്ട് മുത്തസിലായ ലമീറിനെ തഅക്കീദാക്കിയ കാരണം കൊണ്ട് അവിടെ പറ്റും.
ഓക്കെ ആണോ? ക്ലിയർ ആണോ? പറയും. 1 2 3 4. സിമ്പിളാണ്, ഒരുപാട് നമ്മൾ ആലോചിക്കാനൊന്നുമില്ല. ഇങ്ങനെ ആക്കിയാൽ പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതണം നിങ്ങൾ. കുംതു വ സൈദുൻ, ആ ഉദാഹരണത്തിലൂടെ വിഷയം മനസ്സിലാക്കും. കുംതു വ സൈദുൻ എന്ന് പറ്റൂല, കുംതു അന വ സൈദുൻ എന്ന് പറയണം. അപ്പൊ നോക്കണേ, ശ്രദ്ധിക്കണേ. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു, അതിന് തെളിവ് പറയണം. മാ അബദ്ന, ഇവിടെ നഹ്നു എന്നുണ്ടാവും കേട്ടോ. അതിന്റെ ലമീർ എന്താണ് ചേർന്ന് വരുന്ന ലമീർ? നഹ്നു. അബദ അബദ അബദു അബദത് അബദത അബദ്ന, അങ്ങനെ സർഫാക്കി വരുമ്പോൾ അബദ്തു അബദ്ന. മാ അബദ്ന മിൻ ദൂനിഹി മിൻ ഷൈഇൻ. നഹ്നു ആണ് ഈ നഹ്നു എന്നുള്ളത് വേറിട്ട് വന്നു, അബദ്ന എന്നുള്ളത് വേർതിരുത്തി. വലാ ആബാഉന, ഇവിടെ നോക്ക് നിങ്ങൾ. മാ അബദ്ന, ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഞങ്ങൾ ആരാധിക്കുന്നില്ല, ആരാധിച്ചിട്ടില്ല. മിൻ ദൂനിഹി, അവനെ കൂടാതെ. മിൻ ഷൈഇൻ, ഒന്നിനെയും ഞങ്ങൾ ആരാധിച്ചിട്ടില്ല. പിന്നെ വലാ ആബാഉന നത്ഫ് ചെയ്ത് പറയരുത്. എപ്പോ പറയാൻ പറ്റും? മുൻഫസിലായ ലമീർ കൊണ്ട് വേറിട്ടാൻ പറ്റും. ആ മുൻഫസിലായ ലമീർ ഏതാണ്? നഹ്നു എന്നവിടെ വേർപെടുത്തി പറഞ്ഞു. നഹ്നു വലാ ആബാഉന, കണ്ടോ? ഞങ്ങളും ഞങ്ങളുടെ ഉപ്പമാരും പൂർവപിതാക്കളും അവനെ അല്ലാതെ ഒന്നിനെയും ഞങ്ങൾ ആരാധിച്ചിട്ടില്ല. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ് യെസ് യെസ്. ആ, സംശയം ഉണ്ടെങ്കിൽ പറയും. ഇവിടെ സംശയം ഉണ്ടെങ്കിൽ പറയും. ഇവിടെ സംശയം ഉണ്ടോ? ക്ലിയർ അല്ലേ? ഒന്നും കൂടി ഒരു ഉദാഹരണം നമുക്ക് പറയാൻ പറയണം. സാധാരണ ഒരു ഉദാഹരണത്തുമ്പോൾ ചുരുക്കല, ഇവിടെ ഒന്നുകൂടി പറയണം. ഇതൊരു പ്രധാനപ്പെട്ട മസല ആയതുകൊണ്ട്. വഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വഖുൽനാ യാ ആദം, വഖുൽനാ, അല്ലാഹു പറയാണ്, നാം പറഞ്ഞു, യാ ആദമു, ആദമേ, ഉസ്കുൻ, നീ താമസിക്കണം, അൻത, ഇവിടെ എന്ത് ചെയ്തു? അൻത എന്ന് വേർപെടുത്തി. അൻത എന്നുള്ളതിന് വേർപെടുത്തി പുറത്തേക്ക് എടുത്ത്. വസൗജുക, നിന്റെ ഭാര്യയും, അൽ ജന്നത്ത, സ്വർഗത്തിൽ. അപ്പോൾ വസൗജുക, വസൗജുക, അത് കാന്ന് പറഞ്ഞാൽ നിന്റെ എന്നുള്ള അർത്ഥത്തിനാണ്. അപ്പോൾ സൗജു എന്നുള്ളത് നമ്മളെ വിഷയം. നിന്റെ ഭാര്യയും നിന്റെ ഇണയും നീയും താമസിക്കണം സ്വർഗത്തിൽ. അപ്പോൾ അവിടെ അത്ഫ് ചെയ്യാൻ വേണ്ടി ഉസ്കുൻ എന്ന് പറഞ്ഞാൽ അൻത എന്നുള്ള ലമീർ ഉണ്ടാവുമല്ലോ, അമ്രാണല്ലോ, നീ താമസിക്കണം എന്നാണ്. അപ്പം അതിനെ പുറത്തേക്ക് വേറൊരു മുൻഫസിലായ ലമീർ എടുത്ത് പുറത്തേക്ക് എടുത്ത് അതിനെ തഅ്കീദാക്കിയപ്പോൾ വ എന്ന അത്ഫിന്റെ അക്ഷരം സൗജ് എന്ന ലാഹിറായ ഇസ്മിനെ അതിൻ്റെ മേൽ അത്ഫ് ചെയ്ത് പറഞ്ഞു. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ് 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 യെസ്. ശ്രദ്ധിക്കണേ. ഇനി കൂഫക്കാര അഭിപ്രായമാണ്. ഫഇൻദൽ കൂഫീന, നമ്മൾ ബസ്രക്കാര അഭിപ്രായമാണ് പ്രബലപ്പെടുത്തുക. കൂഫക്കാരുടെ അടുക്കൽ ജായിസുൻ, അനുവദനീയമാണ്, ബിഗൈരി തൗക്കീദിൻ, അങ്ങനെ തൗക്കീദാക്കൊന്നും വേണ്ടാന്ന് അവർ പറയും. തൗക്കീദാക്കാത്ത അനുവദനീയാണ്. വവാഫഖഹു അബൂ അലിയു ഷിറാസി, അബൂ അലിയു ഷിറാസി അതിനോട് ഐക്യപ്പെടുകയും ചെയ്തിരിക്കുന്നു, യോജിക്കുകയും ചെയ്തിരിക്കുന്നു. അബൂ അലിയു ഷിറാസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബസറക്കാരാണ്. പക്ഷേ അദ്ദേഹം ഈ വിഷയത്തിൽ കൂഫക്കാരോട് യോജിച്ചിട്ടുണ്ട്. അങ്ങനെ തൗക്കീദാക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. തൗക്കീദാക്കിയിട്ടില്ലെങ്കിലും പറയാം. ഖുർആനിൽ അങ്ങനെ തൗക്കീദാക്കിയാലും പറയാം, ആക്കിയില്ലെങ്കിലും പറയാം എന്ന് പറയുമല്ലോ. ഖുർആനിൽ എന്താ ആവശ്യം അവർ പറയും, അത് തൗക്കീദാക്കിയിട്ട് അല്ലാഹു തആല പറഞ്ഞു, ആക്കാതെയും പറയാം എന്ന് പറയും. അപ്പോൾ കൂഫക്കാരുടെ അടുക്കൽ തൗക്കീദാക്കാതെ തന്നെ അനുവദനീയമാണ്. ഇതിനോട്
അബൂ അലി ഷിറാസി എന്നിവർ യോജിക്കുകയും ചെയ്തു. മതിയാ? കുറച്ചും കൂടി പോകാൻ പറ്റുമോ? കുറച്ചും കൂടി എടുത്തൂടെ? ഇവിടെ ജുമാന ഇപ്പൊ നമ്മള് നസ്ബിന്റെ മൻസൂബായ ലമീറിനെയും മർഫൂആയ ലമീറിനെയും പറഞ്ഞു. ഇനി മജ്റൂറായ ഒരു ലമീറിനെ കൂടി പറയാനുണ്ട്. മജ്റൂറായ അതും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കണേ. വലാ യജൂസു അനുവദനീയം അല്ല അൻ തഅ്തിഫ നീ അത്ഫ് ചെയ്യൽ അനുവദനീയമല്ല അൽ മുദ്ഹറ ലാഹിറായ ഇസ്മിനെ അലൽ മുദ്മരിൽ മജ്റൂരി മജ്റൂറായ ലമീറിന്റെ മേൽ അത്ഫ് ചെയ്യാൻ പറ്റൂല. ശ്രദ്ധിക്കണേ, അത്ഫ് ചെയ്യാനേ പറ്റൂല. വലാ തഖൂലു നീ പറയരുത് മറർത്തു ബിഹി വസൈദിൻ. കണ്ടോ, ബിഹി ഇഹി ആട്ടോ മജ്റൂറായ ലമീർ. ഇഹി ഞാൻ ഈ വരച്ചത് ഇഹി എന്നുള്ളതാണ് മജ്റൂർ. അതൊക്കെ അത്ഫ് ചെയ്തിട്ട് വസൈദിൻ എന്ന് പറയാൻ പറ്റൂല. എങ്ങനെയാണെങ്കിൽ പറ്റും? ഇല്ലാണ്ടോ ലാ യജൂസു അനുവദനീയമല്ല, ഇല്ല ഒഴികെ. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ പറ്റും. ഇല്ലാ ബി ഇആദത്തി ഹുറൂഫിൽ ജർരി ജർറിന്റെ ഹർഫുകളെ മടക്കല് കൊണ്ടല്ലാതെ. ജറിന്റെ അക്ഷരത്തെ മടക്കി. അപ്പോ ബിഹി വ ബിസൈദിൻ എന്ന് പറയാം. അപ്പൊ പറ്റും. ആ ജറിന്റെ അക്ഷരത്തെ മടക്കൽ കൊണ്ടല്ലാതെ പറ്റൂല എന്ന് പറഞ്ഞാൽ മടക്കാതെ പറ്റൂല, മടക്കിയാ പറ്റും. തഖൂലു നീ പറയണം. എന്താ പറയണ്ടത്? മറർത്തു ബിഹി വ ബി സൈദിൻ. അജറിന്റെ അക്ഷരത്തെ എന്ത് ചെയ്തു? ബായിനെ മടക്കി. മറർത്തു ബിഹി വ ബി സൈദിൻ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇവിടെ മറർത്തു ബിഹി വ ബി സൈദിൻ. ഖാല അല്ലാഹു തആല അൻ ആമിനൂ ബി എന്നെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം. ബി വ ബി റസൂലി. കണ്ട, എൻ്റെ റസൂലിനെ കൊണ്ടും നിങ്ങൾ വിശ്വസിക്കണം. എന്നെ കൊണ്ടും എൻ്റെ റസൂലിനെ കൊണ്ടും നിങ്ങൾ വിശ്വസിക്കണം. അപ്പോൾ അവിടെ ജറ് ചെയ്യുന്ന ബാഇനെ അവിടെ മടക്കി കൊണ്ടുവന്നു. ഇതാണ് നിയമം. അങ്ങനെ മടക്കി കൊണ്ടുവന്നാൽ പറ്റും. ബിഖിലാഫിൽ കൂഫിയീന ഐളൻ കൂഫക്കാർക്ക് എതിരായിട്ട് ഇവിടെയും കൂഫക്കാർക്ക് എതിരായിട്ട്. നേരത്തെ പറഞ്ഞു കൂഫക്കാർക്കെതിരെ മറ്റൊരു തൈക്കീതില്ലാതെ പറ്റും പറഞ്ഞില്ലേ. ഇവിടെയും കൂഫക്കാർക്കെതിരായിട്ട് ഫഇൻദഹും അവരുടെ അടുക്കൽ ജായിസുൻ അനുവദനീയമാണ്. എന്ത്? ജറിന്റെ അക്ഷരത്തെ മടക്കാതെ തന്നെ അനുവദനീയമാണ്. നഹ്വു മറർത്തു ബിഹി വസൈദിൻ എന്നൊക്കെ പറയൂലേ. മറർത്തു ബിഹി വസൈദിൻ എന്ന് പറയൂലേ. അവിടെ ബിസൈദ് എന്നുള്ളത് ജറിന്റെ അക്ഷരത്തെ മടക്കി കൊണ്ടുവന്നില്ലല്ലോ. ഖാലല്ലാഹു തആല വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. ഈ ഒരു ആയത്ത് ട്ടോ ശ്രദ്ധിക്കണേ. ബിഹി അതൊരു ഹ മജ്റൂറാണ്. വൽ അർഹാമ ഫസ്തദല്ല ബിഹി ഈ ആയത്ത് കൊണ്ട് തെളിവ് പിടിച്ചിരിക്കുന്നു അൽ കൂഫിയൂന കൂഫക്കാർ. എന്തുകൊണ്ടാ തെളിവ് പിടിച്ചത്? ബി അന്ന വൽ അർഹാം എന്നത് മഅതൂഫത്തുൻ അലൽ മുദ്മരിൽ മജ്റൂരി ബിൽ ബാഇ ബാ കൊണ്ട് ജറ് വെക്കപ്പെട്ടതായ ലമീറിന്റെ മേൽ അത്ഫ് ചെയ്യപ്പെട്ടതാണ്. ഒരു പറയും വൽ അർഹാമി എന്നാണെന്ന് അവർ പറയും.
ബിഹി വൽ അർഹാമി അവിടേക്ക് അത്ഫാണ്. അപ്പം ഞങ്ങളുടെ വാദം ശരിയാണല്ലോ, ഖുർആനിൽ അങ്ങനെ ജെറിൻ്റെ അക്ഷരത്തെ മടക്കാതെ തന്നെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ജെറിൻ്റെ അക്ഷരത്തെ മടക്കണം എന്നൊന്നുമില്ല എന്ന് അവർ തെളിവ് പിടിച്ചു കുഫക്കാർ. ഫസ്തദല്ല, തെളിവ് പിടിച്ചു, ബിഹി ഈ ആയത്തുകൊണ്ട് അൽ കൂഫിയൂന കുഫക്കാര്. എന്താ അവർ പറഞ്ഞത്? ബി അന്ന വൽ അർഹാം എന്നത് മഅ്തൂഫത്തുൻ, അത് അത്ഫ് ചെയ്യപ്പെട്ടതാണ്, അലൽ മുദ്മരിൽ മജ്റൂരിൽ ബിൽ ബാഇ, ബാ കൊണ്ട് ജറ് വെക്കപ്പെട്ടതായ ലമീറിൻ്റെ ലമീറിൻ്റെ മേൽ. അപ്പോൾ അത് ബിഹി എന്നുള്ള തഹീന്നല്ലേ ലമീറിൻ്റെ മേൽ. അപ്പം അങ്ങനെ പറയുമ്പോൾ കുഫക്കാരങ്ങനെ തെളിവ് പിടിക്കുമ്പോൾ ബസറക്കാരെന്ത് ചെയ്യണം? ബസറക്കാര അഭിപ്രായക്കാരല്ല, ഒരു പറഞ്ഞത് ജറിൻ്റെ അക്ഷരത്തെ മടക്കണം എന്നാണ്. അപ്പോൾ വറദ്ദഹുൽ ബസരിയൂന, ബസറക്കാര് അവരെ തെളിവിനെ തള്ളിക്കളഞ്ഞു. ഖുർആനെ തള്ളിന്നല്ല, അവർ തെളിവ് പിടിച്ചതിനെ തള്ളി. എങ്ങനെയാ തെളിവ് പിടിച്ചതിനെ തള്ളിയത്? ബി അന്ന വൽ അർഹാമ, വൽ അർഹാം എന്നത് മഅ്തൂഫത്തുൻ അല വത്തഖുല്ലാഹ്, വത്തഖുല്ലാഹ് എന്നതിൻ്റെ മേൽ അത്ഫാണ്. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം, വൽ അർഹാമ കുടുംബങ്ങളെയും സൂക്ഷിക്കണം എന്നാണ് അർത്ഥം. അപ്പോൾ വത്തഖുല്ലാഹ വൽ അർഹാമ, അപ്പോൾ അള്ളാഹ എന്നുള്ളത് നെസ്ബാണല്ലോ, വൽ അർഹാമ എന്നത് നെസ്ബുമാണ്, അവിടേക്കാണ് അത് അത്ഫ് എന്ന് പറഞ്ഞ് ബസറക്കാര് ഇവർ പിടിച്ച തെളിവിനെ തള്ളിക്കളയും. വഹുവൽ അസഹു, അത് തന്നെയാണ് പ്രബലമായ അഭിപ്രായം. പ്രബലമായ അഭിപ്രായം അതന്നാണ്. എന്ത്? അല്ലാഹ എന്ന അവിടേക്കാണ് അത് അത്ഫ്. മറ്റൊരു പറഞ്ഞു വൽ അർഹാമി എന്ന് കിറാത്തോടു കൂടെയാണ് ഓല് പറയണത്, വൽ അർഹാമി എന്നുള്ള കിറാത്തോടു കൂടെ. പക്ഷെ അതിനേക്കാളും അസഹായ അഭിപ്രായം ഇതാണ്. അപ്പം അത് വത്തഖുല്ലാഹ എന്നതിൻ്റെ മേലാണ് അത്ഫല്ല. നിങ്ങൾ പറഞ്ഞതുപോലെ കുഫക്കാരെ, നിങ്ങൾ പറഞ്ഞതുപോലെ എന്തല്ല, ജറ് ചെയ്യപ്പെട്ട ലമീറിൻ്റെ മേൽ അല്ല അത്ഫ് എന്ന് പറയും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ജുമാന പറയണോ? ഫൈസില്ലേ? ഫൈസ എവിടെ പോയാ? ഫാത്തിമ ഒന്ന്, ഞാൻ അതിൻ്റെ അർത്ഥം അടുത്തത് പറയുന്നുണ്ട് കേട്ടോ, നമുക്ക് അടുത്ത ദിവസം പറയാതെ. ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. അത്ഫിൻ്റെ അക്ഷരങ്ങൾ 10 വാവ്, ഫാ, സുമ്മ, ഔ, ല, ബൽ, അം. ഹുറൂഫ് അത്ഫിൻ ഔ വബൽ ഹത്ത വഫ, അങ്ങനെ ഒരു ബൈത്തുണ്ട്. ഹുറൂഫ് അത്ഫിൻ ഔ വബൽ ഹത്ത വഫ, വാവുൻ വലാക്കിൻ സുമ്മ അം ഇമ്മ വല. ഞാൻ നിങ്ങളെ ഇതിൽ എഴുതി തരാം, നിങ്ങൾ നോക്കി എഴുതിയെടുത്താൽ മതി. അപ്പോൾ 10 അതിൽ 8 അവിതർക്കിതമായി സ്ഥിരപ്പെട്ടതാണ്, 2 ചെറിയൊരു ഖിലാഫുണ്ട്. അത് ഒന്ന് ഇമ്മയും ഒന്ന് ലാക്കിൻ എന്നതുമാണ്. ഈ അക്ഷരങ്ങളുടെ പ്രത്യേകത ഇവകൾക്ക് ശേഷമുള്ള ഇസ്മിനെ ഇവകൾക്ക് മുമ്പുള്ള ഇസ്മിൻ്റെ ഇഅ്റാബിൽ പ്രവേശിപ്പിക്കും. ഉദാഹരണം, ജാഅനി സൈദുൻ വ അംറുൻ. വ എന്ന അത്ഫിൻ്റെ ലെറ്റർ അക്ഷരം അംറ് എന്ന ശേഷമുള്ളതിനെ സെയ്ദ് എന്ന അതിൻ്റെ മുമ്പുള്ളതിൻ്റെ ഇഅ്റാബിൽ, അതിൻ്റെ മുമ്പുള്ളത് ഫായിലാണ്, ഫായിലായതുകൊണ്ട് റഫാണ്, ആ ഇഅ്റാബ് തന്നെ ശേഷമുള്ളതിൽ പ്രവേശിപ്പിച്ചു. ഇനി പറഞ്ഞത് ലാഹിറായ ഇസ്മിനെ മറ്റൊരു ലാഹിറായ ഇസ്മിൻ്റെ മേൽ അത്ഫ് ചെയ്യാൻ ഒരു പ്രശ്നമല്ല, ഒരു തടസ്സമല്ല, അതൊക്കെ പറഞ്ഞു. ഇനി പറയുന്നത് മൻസൂബായ ലമീറിൻ്റെ മേൽ ലാഹിറായ ഇസ്മിനെ അത്ഫ് ചെയ്യാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. റഅയ്തുക വ സൈദൻ അങ്ങനെ പറയാം, അതിൽ വ്യത്യാസമൊന്നുമില്ല, അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ
മർഫു ആയ ലമീറിൻ്റെ മേൽ ലാഹിറായ ഇസ്മിനെ നീ അത്തുഫ് ചെയ്യാൻ പറ്റൂല. എന്ത് ചെയ്താലൊഴികെ മുൻഫസിലായ മർഫു ആയ ലമീർ കൊണ്ട് അതിനെ തഅക്കീദാക്കിയാൽ ഒഴികെ. അപ്പോൾ തഅക്കീദാക്കിയാൽ പറ്റും. കുംതു അന, ഇതാണ് നമ്മുടെ ചർച്ച. അന, കുംതു അന വസൈദുൻ എന്ന് ഈ അന എന്തായി പറഞ്ഞതുകൊണ്ട് പറ്റും. എന്തു പറ്റൂല? കുംതു വസൈദുൻ എന്ന് പറ്റൂല. പക്ഷെ അവിടെ നമ്മുടെ കൂഫക്കാർ പറയുന്നത് അങ്ങനെ പറ്റും, കുഴപ്പമൊന്നുമില്ല. എന്താണ് അനാന്ന് അവിടെ അടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ പറ്റും എന്നാണ്. ആ അഭിപ്രായത്തോട് അബു അലിയു ഷീറാസി എന്നവരും ഐക്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ മജ്റൂറായ ദമീറിന്റെ മേൽ ലാഹിറായ ഇസ്മിനെ അത്ഫ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. പക്ഷെ എങ്ങനെയാണെങ്കിൽ പറ്റും? ജറ് ചെയ്ത അക്ഷരത്തിനെ മടക്കി കൊണ്ടുവന്നാൽ പറ്റും. അപ്പോൾ എന്തു പറയും? മറർത്തു ബിഹി വബിസൈദിൻ എന്ന് പറഞ്ഞാൽ പറ്റും. എന്തു പറ്റൂല? മറർത്തു ബിഹി വസൈദിൻ എന്നത് പറ്റത്തില്ല. ഓക്കെ. അപ്പോൾ കൂഫക്കാർ അവിടെയും പറഞ്ഞു അങ്ങനെ ആവശ്യമൊന്നുമില്ല, ആവശ്യമൊന്നുമില്ല, പറ്റും, അനുവദനീയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവരോട് അവരതിനൊരു തെളിവും പിടിച്ചു. ഏത്? വത്തഖുല്ലാഹല്ലദി തസഅലൂന ബിഹി വൽ അർഹാമ എന്ന ആയത്ത്. അവർ പറഞ്ഞു അർഹാം എന്നതിനെ ബിഹി എന്നുള്ളതിൻ്റെ മേൽക്കാണ് അത്ഫ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ബസറക്കാർ അത് റദ്ദ് ചെയ്തു, ആ തെളിവിനെ തള്ളിക്കളഞ്ഞു. അവർ പറഞ്ഞ് അർഹാം എന്നത് എന്തിൻ്റെ മേലാണ് അത്ഫ്? വത്തഖുല്ലാഹ എന്നുള്ള അതിൻ്റെ മേലാണ് അത്ഫ്. അത് തന്നെയാണ് പ്രബലമായ അഭിപ്രായവും. യെസ്.